CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. CPM സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെ തിരഞ്ഞെടുത്തു. അതിൽ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ 2 പേർ ക്ഷണിതാക്കളാണ്. സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കുവാനും തീരുമാനമായി. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും ശ്രീകുമാർ ചേരുന്നു. സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കണം. സമ്മേളന നടപടികൾ അതിന്റെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കണം. എന്നാൽ പോലും അല്പസമയത്തിനകം തന്നെ പ്രകടനവും അതിനുശേഷം പൊതുസമ്മേളനവുമുണ്ട്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു, വികസന രേഖയുമായി ബന്ധപ്പെട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. സെസ് ഉൾപ്പെടെയുള്ള വിഭവസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് പൊതുസമൂഹത്തിൽ അത് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് അംഗീകരിക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ 75 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുന്ന കാര്യത്തിലാണ്. ജനുവരി 1-ന് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ ഏതാണ്ട് 89 പേർ ഉൾപ്പെടുന്ന ഒരു പട്ടികയാണ് പാസ്സാക്കിയിരിക്കുന്നത്. 89 അംഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 17 പേർ പുതുമുഖങ്ങളാണ്. ജോൺ ബിട്ടാസ്, ബിജു കണ്ടയ്ക്ക്, M പ്രകാശൻ, ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, K പ്രസാദ്, PR രഘുനാഥ്, SJ മോഹൻ, VK സനോജ്, V വസീഫ്, DK മുരളി, അബ്ദുൽ ഖാദർ, K റഫീഖ്, M രാജഗോപാൽ, VP അനിൽ, M മുഹമ്മദ് തുടങ്ങിയവരാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും MV ജയരാജനും, CN മോഹനും, KK ശൈലജയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിയിൽ നിന്നും P ശ്രീരാമകൃഷ്ണൻ ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇത് MV ഗോവിന്ദന് 2ാം ഊഴമാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു സമ്മേളനം അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ഒഴിവിലാണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത്. ഇത് ഒരു പാർട്ടി സമ്മേളനം തെരഞ്ഞെടുക്കുന്നത് ഇത് ആദ്യമായാണ്. അങ്ങനെ 2ാം ഊഴം പാർട്ടിയെ നയിക്കാനും അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിനെ 3ാം തവണയും അധികാരത്തിൽ എത്താൻ വേണ്ടിയുള്ള കർമ്മ പരിപാടികളുമായാണ് ഈ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്നത്. നഗരം മുഴുവൻ ചുവപ്പിൽ മുങ്ങിയിരിക്കുകയാണ്. റെഡ് ബോൾമാരുടെ പ്രകടനവും അതുപോലെ തന്നെ വലിയ 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന പ്രകടനവും ഒക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. സീതാറാം യെച്ചൂരി നഗറിലാണ് ഈ സമാപന സമ്മേളനം നടക്കുക. കേന്ദ്ര കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്.